അപ്പോൾ അതിന് വീണ് കിട്ടുന്ന ചില സന്ദർഭങ്ങളിലാണ് അവിടെയും ഇവിടെയൊക്കെ തീവ്രവാദികളുടെ ഭീകരവാദികളുടെ നിന്നാണ് പിടികൂടുന്നു. തീവ്രവാദികളും ഭീകരവാദികളും ഉണ്ടെങ്കിൽ പിടിച്ചോട്ടെ, ആർക്കാ കുഴപ്പം. പക്ഷെ അതിനെ അങ്ങനെ ആരോപിച്ചുകൊണ്ട് ചെറുപ്പക്കാരെയൊക്കെ വേട്ടയാടുന്നത് മനുഷ്യാവകാശ പ്രശ്നമാണ്. അത് നമ്മൾ മാത്രം പറയുന്ന കാര്യമൊന്നുമില്ലേ. തീസ സെറ്റിൽവാദിനെ പോലുള്ള, അതുപോലെ തന്നെ അരുന്ധതി റോയിയെ പോലുള്ള പല സാമൂഹിക പ്രവർത്തകരും കൈയാളുന്ന വിഷയം തന്നെയാണ്. നമ്മളത് ഗുജറാത്ത് കലാപത്തിന് ശേഷം പ്രത്യേകിച്ചും മുസ്ലിം ചെറുപ്പക്കാരെ ആസൂത്രിതമായി വേട്ടയാടുന്ന ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇന്ത്യ മതേതരത്വത്തിന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനൊരു ശബ്ദമെടുത്തുണ്ട്. വ്യാജ ഏറ്റുമുട്ടൽ, ബട്ട്ല ഹൗസിലെ കൊലപാതകമാണെങ്കിലും ഗുജറാത്തിലെ സുറാബുദ്ദീൻ ഷേഖിൻ്റെ ആ കൊലപാതകമാണെങ്കിലും ഒക്കെ സംഭവത്തിൽ പിന്നിലാണ്. അതെല്ലാം അതിനെതിരെ ശബ്ദമുയർത്തും. ഇവിടെയൊക്കെ ഇവർ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളതൊന്നും അറിയുന്നില്ല, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. അത് പറയുമ്പോൾ കേരളം വേറെ ഒരു രാജ്യം പോലെ, ഉത്തരേന്ത്യയിലോ വേറെ എവിടെയോ നടക്കുന്ന കാര്യം ഇവിടെ പറയേണ്ടതല്ല. ഇവിടെ ഭരണത്തിൻ്റെ ശീതളഛായ ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി രക്തത്തിന് പണിയെടുക്കുക എന്നതല്ലാതെ അതിൽ കവിഞ്ഞുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുഖ്യധാരയിലെയോ അതോ പ്രശ്നങ്ങളോ ഒന്നും അവർക്ക് വിഷയമല്ല. അങ്ങനെയുള്ള ഒരു പരിസരത്ത് നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരുന്നത് ചിലർക്ക് അലോസരം ഉണ്ടാകും. ഇതാണ് സംഭവം. അതുകൊണ്ട് അത് പക്ഷേ പറയാൻ പാടില്ല. ഇത് നേർക്ക് നേരെ പറയാൻ പാടില്ലാത്തതുകൊണ്ട്, പറയാൻ വയ്യാത്തതുകൊണ്ട് അവർ പറയുന്ന വിഷയം എന്താണ്? ഇരവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത വാദമാണ്. KEN-ഒക്കെ കൊണ്ടുവന്ന ഇരവാദമുണ്ടല്ലോ, അതില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളെ വെറുതെ അവർ അരക്ഷിതാബോധം വളർത്തുക, അവരൊക്കെ സുരക്ഷിതരാ, ഇന്ത്യ സ്വർഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രചാരവേലകളുടെ പിന്നിലുള്ളത് ഇതാണ്. ഇന്ത്യയിലുള്ളത് ഉള്ള സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നതാണ്. ജനാധിപത്യവും മതനിരപേക്ഷതയും ഒരു പരിവരെ പുലരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും നൽകിയിരിക്കുന്നു, അതിലൊന്നും സംശയവുമില്ല. പക്ഷെ അത് നിരന്തരം ലംഘിക്കപ്പെടുന്നു എന്നുള്ളത്, പ്രായോഗിക തലത്തിൽ അതിൻ്റെ ഇരകളായി തീരുന്നു എന്നുള്ളത് സത്യമാണ്. സച്ചാർ കമ്മിറ്റി അനാവരണം ചെയ്തതാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര കമ്മീഷന്റെ റിപ്പോർട്ടിന് ആധാരം അതാണ്. ഇതൊക്കെയാണ്. ഇക്കാര്യങ്ങൾ പോലും തുറന്നു പറയാൻ കഴിയാതെ കേരളത്തിൻ്റെ ടാവട്ടത്തിൽ നിന്നുകൊണ്ട് സുരക്ഷിതത്വവാദം പറയാം. അത് ചില മാധ്യമങ്ങൾക്ക് രക്ഷ പിടിക്കുന്നു. അതാണ്. അതായത് ഇരകൾ തന്നെയാണ്, ഇരകളുടെ പക്ഷത്ത് നിൽക്കേണ്ടവർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഇതൊന്നും അനുഭവിക്കുന്നില്ല, ഞങ്ങൾ സുഖമാണ് സ്വസ്ഥമാണെന്നൊക്കെ. പിന്നെ അത് മതിയല്ലോ. ഇതാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നതായ രീതി. പക്ഷെ കേരളത്തിലുമുണ്ട്. കേരളത്തിൽ ലവ് ജിഹാദ് പ്രശ്നം ഉണ്ടായില്ലേ? 4000-ഓളം ക്രിസ്ത്യൻ ഹിന്ദു യുവതികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധ മതപരിവർത്തനം നടത്തി അതിന് പ്രണയം ഒരു മാധ്യമമായി സ്വീകരിച്ചു എന്ന് ഇവിടെ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യമല്ലേ? മാധ്യമങ്ങൾ അത് ഏറ്റു പറഞ്ഞില്ലേ? ശ്രാവ്യ അച്ചടി മാധ്യമങ്ങളൊക്കെ ഉണ്ടായതാ. പക്ഷെ നമ്മളതിന് സത്യാവസ്ഥ എന്താണെന്ന് ലോകത്തോട് കോടതിന് മുമ്പാകെ ഒടുവിൽ തെളിഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. എന്നാൽ പോലും ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന രീതി ഫാസിസത്തെ സഹായിക്കുന്ന വിധത്തിലുള്ളതാണ്. എന്താണ് കാരണങ്ങൾ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. അതിനോടൊപ്പം നിൽക്കാനാണ് ഇവർ മത്സരിക്കുന്നത്. ഭീരുക്കളായ സമുദായ വഞ്ചകരായ എന്ന് തന്നെ ഞാൻ പറയും ഒരു ചെറിയ ന്യൂനപക്ഷം. പക്ഷെ അവരുടെ ശബ്ദമാണ് മുസ്ലിം സമുദായത്തിൻ്റെ ശബ്ദം എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. മുസ്ലിം സമുദായത്തിൻ്റെ ഭൂരിപക്ഷവും ഇതിലിണങ്ങിയ വസ്തുതകൾ മനസ്സിലാക്കാതെയല്ല. അതിൽ നിന്ന് മുസ്ലിം ലീഗ്, ഞാൻ തുറന്നു പറയാം, അതിൽ നിന്ന് മുസ്ലിം ലീഗ് മാറി നിൽക്കുന്നുവെന്ന് തോന്നിയപ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമുദായം അവർക്കിടെ വിധി എഴുതി. അവർക്ക് വോട്ട് ചെയ്തിരുന്ന അവരിൽ തന്നെ പെട്ട ആളുകളാണ് അവർക്കെതിരെ വിധി എഴുതിയത്. ഇനിയും ഷാജിയെയും മുനീറിനും പോലെയുള്ള ആളുകൾ ഇപ്പോഴത്തെ അഭ്യാസം തന്നെയാണ് തുടരുന്നതെങ്കിൽ പിന്നീട് ബാക്കി എന്തെല്ലാം ശ്രമിച്ചാലും ശരി അവരുടെ ഭാവി അത്രയൊന്നും ബാസുരമല്ല. ഇപ്പോൾ ബാംഗ്ലൂരിൽ ദേശീയ
നിർവാഹക സമിതി സമ്മേളിച്ച് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താനുള്ള ഒരുപാട് നടപടികൾ സ്വീകരിച്ചിരിക്കുക. നല്ല കാര്യം, വരട്ടെ. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 10-60 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിട്ടില്ല, വേറെ കാര്യം. ഏതായാലും ഇപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചതെങ്കിലും ജനങ്ങളോട് പറയാൻ പറ്റണമെങ്കിൽ ഈ വാദം ഉപേക്ഷിക്കേണ്ടി വരും. ഇരകളില്ല, മുസ്ലിം സമുദായം വേട്ടയാടപ്പെടുന്നില്ല, ഒക്കെ സുരക്ഷിതമാണ്. കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ UPA ഗവൺമെന്റിന്റെ കീഴിൽ എല്ലാം ഭദ്രം സുരക്ഷിതം എന്ന് ഈ അഹമ്മദ് സാഹിബ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാദവുമായിട്ട് ഉത്തരേന്ത്യയിൽ കാല് കുത്തേണ്ട താമസമേ ഉള്ളൂ. വമ്പിച്ച് സ്വീകാര്യം നേടും. അപ്പൊ അവിടേക്കൊന്ന് മാറ്റി പറയാ, ഇവിടെ ഒന്ന് വേറെ തിരിച്ചു പറയാനൊന്നും നടപ്പില്ല. ഇത് കാലം മാറിയിരുന്നു. പണ്ടൊക്കെ നടക്കുമായിരുന്നു. പണ്ട് ചന്ദ്രിക മാത്രം ആളുകൾ വായിച്ചിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു, അന്ന് നടക്കുകയായിരുന്നു. ഇപ്പോൾ സ്വല്പമൊക്കെ ആളുകളുടെ ചക്രവാളം വികസിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കണം പറയുന്നതല്ല, അത് മുസ്ലിം ലീഗിനെ വിളിക്കല്ല. ഇത് മനസ്സിലാക്കിയിട്ട് മുസ്ലിം ലീഗ് അതിൻ്റെ നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ അത് സംഭവിക്കുക. ഇത് പകരം ചെയ്യുന്നത് എല്ലാവരും അതിൻ്റെ ആളുകളാണെന്ന് ഞാൻ പറയുന്നില്ല. മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ഒറ്റപ്പെടുത്താനാണ്. ജമാഅത്തെ ഇസ്ലാമി ഒറ്റപ്പെടും എന്നൊക്കെ വേറെ പറയാം. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങൾ, അത് ഈ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ നേരെ അതിൽ നിന്ന് അവർ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നില്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നില്ല, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എല്ലാ വിധത്തിലും പരിഗണനയാണ് ലഭിക്കുന്നത് എന്ന വാദമാണ് അവർക്കുള്ളതെങ്കിൽ അത് നഗ്നമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമാണ്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പേരിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉദ്ദേശിക്കുന്നേക്കില്ല. അത് പറയുന്നത് പോലും സമുദായ പ്രശ്നം എന്ന നിലക്കല്ല. പീഡിതരും മർദ്ദിതരുമായ ജനവിഭാഗം ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് സാമൂഹിക നീതി ലഭ്യമാക്കണമെന്ന ഉറച്ച വാശിയോട് കൂടിയാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും അത് വർഗീയമായോ സാമുദായികമായോ അവതരിപ്പിക്കുന്നില്ല. അതേ ഭൂമികയിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ തലത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജമാഅത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഇവിടെ ഈ തീവ്രവാദ ആരോപണങ്ങൾ നടത്തിയത്. യഥാർത്ഥത്തിൽ പൊതുസമൂഹം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദപരമായ ഭീകരമായ ഒരു മുഖമുണ്ട് എന്ന്. ചില ആളുകളൊക്കെ ചില കാരണങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കണം എന്നല്ലാതെ, കാരണം നിരന്തരം അവരുമായി ബന്ധപ്പെടുമ്പോൾ അവരുമായി മറ്റെല്ലാ തലത്തിലും സംവദിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. എന്ത് ഈ ആരോപണത്തിന് അടിസ്ഥാനമില്ല. ജമാഅത്ത് ഇസ്ലാമിയോട് വിയോജിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ സമാധാനപൂർവ്വം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോ CPM-ലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ നൽകിയത്. കാരണമൊക്കെ ഒക്കെ പറഞ്ഞിട്ടില്ല, ഞാൻ വരികയില്ല. പക്ഷേ അതിനുശേഷം അന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പൊതുവെ CPM സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകി. 1-2 അപവാദങ്ങൾ ഒഴിച്ചുനിർത്തിയ ഏറ്റവും അധികം പക്ഷേ വിമർശന വിധേയമായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ടല്ല, മഴദിനയുമായി വേദി പങ്കിട്ടതുകൊണ്ടാണ്. ആ ഉടനീളമുള്ള ചർച്ചകളിൽ ഒരിടത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് എത്ര പേർ പറഞ്ഞു? 1-2 അമീദോ കാരശ്ശേരി പറഞ്ഞതല്ലാതെ ആ പറഞ്ഞ ഇതിന് പോലും ശ്രീ പിണറായി വിജയൻ ശരിക്കും മറുപടി പറയും. അതാണ് പിണറായിക്ക് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞതാ, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നിലപാടുണ്ട്, ആ നിലപാടിൻ്റെ പുറത്ത് അവർ ഞങ്ങളെ പിന്തുണച്ചു. അതിനെന്താണ്? ആ നിലപാടിൻ്റെ പുറത്ത് അവരെ എതിർക്കുകയും ചെയ്യും. ഒന്നുമില്ല, തത്വാധിഷ്ഠിതമായ പിന്തുണയാണ്. അതിൽ ലജ്ജിക്കേണ്ട അല്ലെങ്കിൽ ക്ഷമാപണം ചെയ്യേണ്ട ഒന്നുമില്ല. ഇതല്ലല്ലോ മറ്റുള്ളവരെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രചരണങ്ങൾക്കൊക്കെയുള്ളതായ റേഞ്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലുതൊന്നുമല്ല. ചില ആളുകളെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ കഴിയുന്നുണ്ടാവും, എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് വ്യാപകമായി ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധനപരമായ പ്രവർത്തനങ്ങൾ, ജനസേവന യജ്ഞങ്ങൾ
എന്ന് പറയണ്ട. ജമാഅത്തെ ഇസ്ലാമി ആദ്യമായി 967 തോന്നുന്നു മലപ്പുറത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് കേരളത്തിൽ